ഏകദേശം നമ്മുടെ ഇമിഗ്രേഷന് സംഭവം കഴിഞ്ഞു. ഒന്നുമില്ല, അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ വീസ ഫ്രീ, ഇപ്പോഴല്ല കനേഡിയൻ US പാസ്പോർട്ട് ഉള്ളവർക്ക് വീസ ഫ്രീ ആണ്. ഇപ്പോൾ ഇന്ത്യൻസിനും വീസ ഫ്രീ ആണ്. അപ്പോൾ ഇനി നമ്മൾ പട്ടായക്കുള്ള ബസ് ടിക്കറ്റ് ആദ്യം എടുക്കണം. അത് നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ തരണം. എലിവേറ്റർ എടുത്ത് താഴെ വന്നിട്ട് ടിക്കറ്റ് ഇവിടെ അടുത്തങ്ങാണ്ട് എടുക്കുന്നത്. ടിക്കറ്റ് എടുക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് കൗണ്ടറിൽ ചെന്ന് എടുത്താൽ മതി. എന്നിട്ട് ബസ്സിൽ കയറി ഇരുന്ന് നമ്മളൊരു 2 hours ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ട്രാഫിക് ആയതുകൊണ്ട് അല്ലെങ്കിൽ 1 hour കൊണ്ടങ്ങ് എത്തും. ഗൈസ്, ഈ കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ പട്ടായക്കുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. നോർത്ത് പട്ടായ സ്റ്റേഷൻ 10 മണിക്ക്. നെക്സ്റ്റ് ബസ് 9:30 ഉണ്ട്. നോക്കാം, 9:30 10 മണി പട്ടായ. Two tickets to Pattaya. Yeah. Pattaya. Pattaya nữa, Pattaya. How much is it? 286 baht. 286 baht. 200. Thank you. So just wait outside, right? ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഇനി അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യും. ഇപ്പോൾ 8:45 ആയി. 9 o'clock ബസ് വിടുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ബസ്സിൽ ഇരുത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെയിറ്റിംഗ് കേസ്, കട്ട വെയിറ്റിംഗ്. പിന്നെ 2 മണിക്കൂർ നമ്മൾ ബസ്സിലിരിക്കേണ്ടതല്ലേ കേസ്. അപ്പോൾ വെള്ളം മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് സ്ട്രീറ്റ് ഫുഡ് കേട്ടോ, എയർപോർട്ട് സ്ട്രീറ്റ് ഫുഡ്. വൈവ് ഇവിടെ മറ്റു നമ്മുടെ സാധാ സ്ട്രീറ്റ് ഫുഡുകളെല്ലാം കിട്ടുന്നു. ഇതിനും പട്ടിയും പൂച്ചയും മുതലയൊക്കെ ആയിരിക്കും. അല്ലല്ലേ, ഇത് നമുക്ക് കഴിക്കാനൊന്നും സാധനങ്ങൾ. ഇത് സോസേജ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചെറിയ സ്നാക്ക് കൂടെ മേടിച്ചുകൊണ്ട് പോവാം. സെറ്റ്. മാജിക് ഫുഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. അവിടെ പോകണമെങ്കിൽ അതിനകത്ത് നമ്മൾ വല്ലതും മേടിക്കണമെങ്കിൽ അവരുടെ ഒരു കാർഡുണ്ട്. എടുക്കാനുള്ള ടൈമില്ല എനിക്ക്, ബസ് ഇപ്പോൾ വരാറായി. അപ്പോൾ ഞാനൊരു ഇവിടുത്തെ സബ്വേന്ന് ഞാനൊരു സ്പ്രൈറ്റും ഒരു വെള്ളവും മേടിച്ചു. 2 hours ഇരിക്കേണ്ടതല്ലേ ആണല്ലോ ബസ്. കണ്ടിട്ട് അടിപൊളി ബസ്സൊക്കെയാണ്. ലഗേജൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ബാഗേജ് ഉണ്ട്, അത് ഇവിടെ കയറ്റി വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ലഗേജൊക്കെ വെക്കാം. എനിക്കത് സംശയമാണ് ലഗേജ് വെക്കാൻ ഒക്കുമെന്ന്. അതായിരുന്നു എൻ്റെ പേടി. പക്ഷേ ലഗേജൊക്കെ ഒരു ആദ്യമകത്തെടുത്ത് വെക്കും. അടിപൊളി ബസ്സുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് റേറ്റ് കൂടുതലായിരിക്കും. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ്. നമ്മുടെ ബാഗ് കയറ്റി വെച്ചിട്ട് നമുക്ക് അത്തോട്ട് കയറാം. സെറ്റ്. പക്ഷേ ഇത് 140 ബാത്തേ ഉള്ളൂ ഒരാൾ. 140 ബാത്ത് എന്ന് പറയുമ്പോൾ വലിയ പൈസയൊന്നും ആകുന്നില്ല. ഒരു $3-4 ആകുന്നു. ഇതിനകത്തൊരു വാഷ്റൂം ഒക്കെ ഉണ്ട്. ഇത് വാഷ്റൂമാണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് സീറ്റ് കിട്ടിയത്. അത് പക്ഷേ അടിപൊളിയാണ്. അതുകൊണ്ട് വലിയ മിററും വെളിയിലത്തെ കാഴ്ചകളെല്ലാം നമുക്ക് സെറ്റായിട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ സെറ്റ്. ഇനിയും പൊക്കോ. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. സെറ്റല്ലേ? പക്ഷേ അത് അടിപൊളിയാണ് ഗൈസ്. കണ്ടില്ലേ, ലെഗ് സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സെറ്റാണ്. അടിപൊളി ബസ്സാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കാറിൽ പോകുന്നതിലും ബെറ്റർ ഇതേ പോകുന്നത്. കാറിലാണെങ്കിൽ നമ്മൾ അത്രയും ട്രാഫിക്കിനകത്ത്. ഇത് ഫുൾ AC, വേറെ തന്നെ വൈബാണ് ഗൈസ്. വൈബല്ലേ? അടിപൊളി വൈബ്. പട്ടായക്ക് ജില്ലെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വരവേൽപ്പിനകത്ത് മോഹൻലാലിൻ്റെ ബസ് പോകുന്നോട്ടുണ്ട്. സെറ്റ്. ഏതായാലും അടിപൊളി ബസ്സാണ് കേട്ടോ. ഇത് വേറെ തന്നെ വൈബാണ്. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡാണ്. ഇത് എനിക്ക് തോന്നി ഈ കാർ എടുത്ത് പോകുന്നതിൽ എന്ത് സുഖമായത്. നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ ഹോട്ടലിലോട്ട് വേണമെങ്കിൽ ഒരു ക്യാബ് വല്ലതും എടുത്താൽ മതി. അതിനിപ്പോൾ less than 100 ബാത്തേ ആകത്തുള്ളൂ. ഇതിപ്പോൾ അവിടെ വരെ നമുക്ക് ഒരാൾക്ക് 140 ബാത്തേ ആകുന്നുള്ളൂ. ഭയങ്കര ലാഭം. ലക്ഷറി ആയിട്ട് പോകാം. മുടിഞ്ഞ സെറ്റപ്പ് അളിഞ്ഞ് ചുറ്റോട്ടൊന്നും കിട്ടില്ല. അതാ സെറ്റപ്പ്.
ഇതിനകത്ത് ഈ 140 ബാത്തിനകത്ത് ടോളും എല്ലാം ഇൻക്ലൂഡഡാണ്. സെറ്റ്. അങ്ങനെ പട്ടായയിലേക്ക് നമ്മൾ കയറുകയാണ് ഗൈസ്. നമ്മുടെ ഹാപ്പണിങ് സ്ട്രീറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. സെറ്റ് വൈബ് വൈബ്. അതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബ്. അവിടെ 1 സ്റ്റോപ്പ് സർവീസ്. ഓക്കെ, ഇത് ഇവരുടെ മെയിൻ ചെക്ക് പോയിൻ്റാണ്. ഇനി നമുക്ക് പട്ടായ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം ഗൈസ്. നമ്മുടെ ബസ് അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തി ഗൈസ്. ഇവർ വന്ന് കണ്ടില്ല, ഈ കാണുന്നൊക്കെ ബൈക്ക് ടാക്സിയുടെ ആളുകളാണ്. അപ്പോൾ അവർ വന്ന് നമ്മുടെ ഈ ബസ്സിനകത്ത് നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ച് തരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ബൈക്ക് ടാക്സി എടുക്കാം. അപ്പോൾ ആളുകളെ അവർ കൺവിൻസ് ചെയ്യുക. കണ്ട് ഒരാൾ ഒരു ബൈക്ക് ടാക്സി എടുത്തു. അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കാണെന്നതാണ് ടുക്ക് ടുക്ക് ഉണ്ട്. അത് ഇച്ചിരി അകത്തോട്ടാണ് കിടക്കുന്നത്. ഉണ്ടാക്കാണെന്ന് ആ ഒരു ബ്ലൂ പിക്കപ്പ് പോലത്തെ സംഭവം, അതാണ് ഈ ടുക്ക് ടുക്ക് എന്ന് പറയുന്ന സംഭവം. ജോം ടീം ബസ് സ്റ്റേഷനിൽ നമ്മൾ വന്നിറങ്ങിയത്. ഇത് ആക്ച്വലി ഞങ്ങൾ ജോം ടീമിലാണ് റൂം എടുത്തേക്കുന്നത്. ബിക്കോസ് അത് ഇച്ചിരി ചീപ്പുമാണ്. പിന്നെ പട്ടായയുടെ ആ നൈറ്റ് മാർക്കറ്റിൻ്റെ ആ വലിയ ബഹളത്തിൽ നിന്നും അങ്ങ് മാറി നിൽക്കും. അപ്പോൾ ഇവിടെ ഗൈസ് അങ്ങനെ നമ്മൾ പ്രശസ്തമായ ടൈഗർ പാർക്കിനകത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. ആദ്യമേ ഇങ്ങോട്ട് തന്നെ വന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്നിപ്പോൾ ഓൾറെഡി നമ്മുടെ ഹാഫ് ഡേ അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് ടൈഗറിൻ്റെ വലിയ പേടിപ്പെടുത്തുന്ന ടൈഗറൊന്നും അല്ല. ഇതെനിക്കൊരു കാർട്ടൂൺ ടൈപ്പ് ടൈഗറിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് ടൈഗർ പാർക്ക്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അതൊക്കെ ഞാൻ കവർ ചെയ്യാമെന്ന് വെച്ചു. ബിക്കോസ് അതല്ല ഇവിടെ അടുത്തടുത്തുള്ള സംഭവങ്ങൾ. അപ്പോൾ ബാക്കിയൊക്കെ നാളെ നോക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ഇന്നിപ്പോൾ ഇത്രയും ടൈമും പോയി. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറട്ട് ഗൈസ്. ഇനി പുലിമടയിലോട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജയൻ ടൈഗറിൻ്റെ കൂടെയാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അതിന് ഒരാൾക്ക് 910 ബാത്താണ്. അപ്പോൾ ഞാനും അവളും ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഫോട്ടോഗ്രാഫറിനെ ആഡ് ചെയ്യുന്നതിന് അത് എക്സ്ട്രാ. അതൊരു 399 ബാത്ത്. ഫോട്ടോഗ്രാഫർ നമ്മളെടുത്ത് നമുക്ക് എന്തായാലും എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇനിവേസ് അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു വൃത്തിയായിട്ടൊക്കെ അവരെടുത്ത് തരും. പിന്നെ അതുകൊണ്ട് കേസ് ഇവിടെ ഒരു വൻ പുലി കിടപ്പുണ്ട്. ഇവിടെ ഒന്നും ഒരുത്തരം ഉണ്ടായിരുന്നു. ഇവിടെ ദൂഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. പുലി എവിടെ കിടക്കുന്ന ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാനൊക്കെ അതേ കിടക്കും. ഏണ്ട് പുലി. എൻ്റെ മോനെ. പക്ഷേ ഇത് വെൽ ട്രെയിൻഡാണ്. എന്നോട് 1-2 പേര് പറഞ്ഞു ഡ്രഗൊന്നും അല്ല. ഡ്രഗാണെങ്കിൽ ഇങ്ങനെ നിൽക്കത്തില്ല. ഡ്രഗാണെങ്കിൽ അത് വയ്യാതെ കിടക്കത്തേ ഉള്ളൂ. ഇത് പക്ഷേ ട്രെയിൻഡാണ്. ഇത് അത്രയേ ഉള്ളൂ. എന്തുവായാലും ഒരു വൈൽഡ് ആനിമലാണ് കഴിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ പിന്നെ ഇതേലൊന്നും ഈ കമ്പിയിലൊന്നും തൊടല്ല. ഇതെല്ലാം കറണ്ടും കുന്തമൊക്കെ കാണുമെന്നാണ് പറഞ്ഞത്. ഫ്ലാഷ് അടിക്കില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോസ് എടുത്താൽ ഫ്ലാഷ് അടിക്കില്ല. നമ്മൾ പുലിമടയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ എല്ലാം അങ്ങും ഇങ്ങൊക്കെ പുലി കിടപ്പുണ്ട്. ഇതേ കിടക്കുന്നു. എൻ്റെ മോനെ, ഇത് ജാതി സാധനം കേട്ടോ. വേറെ ലെവലൈറ്റ്. ഇങ്ങോട്ടാണ് പോകണ്ടെന്ന് വേണം. ഇങ്ങോട്ട് പോയി നോക്കാം. ആളുകളൊക്കെ ഇങ്ങോട്ടാണ് പോകും. ഇവിടെ എനിക്ക് തോന്നുന്നു സ്മോൾ ടൈഗറാണ് തോന്നുന്നു. സ്മോൾ ടൈഗർ വലിയ കുഴപ്പമില്ല. പക്ഷെ മറ്റേ ജയൻറ്റ് വേറെ ലെവലാണ് കേട്ടോ. കൈസ് നമ്മൾ പുലിമടയിലേക്ക് കയറുകയാണ്. സ്റ്റാഫിൻ്റെ കൂടെ പോകുന്നത്. എന്താ തീരും. അയ്യോ അവിടെ കിടക്കുക. I'm still shivering. Look at me. എൻ്റെ ഒരു രക്ഷയില്ല കേസ്. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. ഇവിടെ വന്ന് ഇത് ചെയ്യണം. നമ്മളങ്ങ് ഒരു വൈൽഡ് ആനിമലിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പിക്ചർ എടുക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേങ്കിൽ ഇത് വെൽ ട്രെയിൻഡ് ആണ്. എന്നോട് 1-2 പേര് വന്ന് ഇതൊക്കെ ഡ്രഗ്ഡ് അല്ല. ഡ്രഗ്ഡ് ആണെങ്കിൽ അത് അവിടെ മയങ്ങി കിടക്കത്തേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇത് വെൽ ട്രെയിൻഡ് ആണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ അത് അതിനെ നമ്മൾ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളെ കയറി കടിച്ച് തിന്നൊക്കെ ഇരിക്കും. അപ്പോൾ അത് അനുസരിച്ച് നിൽക്കുക. ഇപ്പോൾ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യാം ഗൈസ്.
ഞങ്ങൾ രണ്ടുപേരും നിന്ന് ഒറ്റയ്ക്ക് നിന്നു അവരെയും കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അവർ നല്ല DSLR ക്യാമറ നല്ല കിടിലനായിട്ട് എടുത്തു തരും. പിന്നെ പല പാക്കേജസ് ഉണ്ട് കേസ്. ഒരു 2000 സംതിങ് ബാത്തിൻ്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈഗറിൻ്റെയും കൂടെ നിന്ന് പിക്ചർ എടുക്കാം, വലുതും ചെറുതുമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ഗോൾഡൻ ടൈഗർ എന്നാണ് എന്തോ പറഞ്ഞത്. ഇത് ഒരു റയർ ടൈപ്പ് ഐറ്റമാണ്, പക്ഷേ ഇത് നമ്മൾ എടുത്തില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കൂടെ എടുത്താൽ പോരെ. അപ്പോൾ ഇത് വേറൊരു കേവാണ്. എല്ലാം ഉണ്ടല്ലോ വളക്കെടുക്കുന്നുണ്ടല്ലോ. ഇതാണ് ജയൻറ്റ് കേസ്. ഇതും ജയൻ്റാണ്. പിന്നെ ഇത് ഫ്ലാഷ് അടിക്കില്ലെന്ന് പ്രത്യേകം അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫോണിൽ. ബിക്കോസ് എനിക്കൊന്ന് ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ആകുമായിരിക്കും. പിന്നെ എൻ്റെ കേസ് ഇതൊക്കെ ഏത് ടൈപ്പാണ് എന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഓരോ വലിപ്പം അനുസരിച്ചാണ്. 3 ഒരെണ്ണത്തിനകത്ത്. ഇതിനെങ്ങാണ് ഇപ്പോൾ തുറന്ന് വിടാമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ 100 കിലോയുടെ ഇറച്ചി കഷ്ണം വന്ന് നിൽക്കുന്നത്. സാധാരണ ഇതിന് ഒരു നേരം 2 കിലോയൊക്കെ അല്ലേ കൊടുക്കുന്നത്. എന്തായാലും അതിന് ഇടയ്ക്ക് ഒരു ഗർജനം ഉണ്ടായിരുന്നു കേസ്. ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ എന്ന് പറഞ്ഞ ലാല മോനെ. പക്ഷേ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. പക്ഷേ എനിവേസ് ഇത് വെൽ ട്രെയിൻഡാണ്, അല്ലാതെ ഡ്രഗ്ഡ് ഒന്നുമല്ല. പല വീഡിയോസിലും പറഞ്ഞു ഇതെല്ലാം ഭയങ്കര ഡ്രഗ്ഡൊന്നുമല്ല. ഇത് ജസ്റ്റ് വെൽ ട്രെയിൻഡാണ്. ഇത് ആ ജയൻറ്റ് കാറ്റഗറി വരുന്ന ഒരെണ്ണമാണ്. ഇത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോക്കി പറയാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സാധനം വേറെ ലെവലാണ്. പിന്നെ ഒരുമാതിരിപ്പെട്ട ഗെയിമിലെല്ലാം ടൈഗറിന് നീരാടാനുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേസ്. ചുമ്മാ ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ ഏതായാലും ജാതി ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ കേസ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ചിലരൊക്കെ പറയും ഇത് വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ ഇത് വലിയ സംഭവം തന്നെയാണ്. ഇതൊരു വൈൽഡ് ആനിമലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഈ പിക്ചർ എടുക്കുന്നതും. ഇത് ഒറിജിനലാണ്. കാരണം നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ലല്ലോ. ഒരു റിയൽ ആനിമലിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ എടുക്കുന്നത്. ഇതൊക്കെ നല്ല കണ്ടില്ല ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പന്ന സ്മെല്ലോ ഒന്നുമില്ല. എല്ലാം നല്ല വെൽ ക്ലീനായിട്ട് ഒരു പേപ്പർ കഷ്ണം പോലും താഴെ കിടപ്പില്ല. സ്റ്റാഫൊക്കെ വെൽ ബിഹേവ്ഡാണ്. എന്തായാലും സംഭവം കിടുവാണ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇവിടുന്ന് ഇറങ്ങി അടുത്ത ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൂടെ കവർ ചെയ്തിട്ട് അടുത്ത പരിപാടി എന്തെന്ന് നോക്കാം. ബിക്കോസ് ഇന്നിനിയിപ്പോൾ നമുക്ക് ബീച്ച് ആക്ടിവിറ്റീസൊക്കെ രാവിലെ ഇറങ്ങണം, അല്ലെങ്കിൽ പിന്നെ അങ്ങ് ചൂടങ്ങാം. അതുകൊണ്ട് നാളെ നമ്മൾ കോറൽ ഐലൻഡൊക്കെ കവർ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നിനിയും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ പോകാം. അവിടെ ചെന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ കവർ ചെയ്യാം. യെസ് ഗൈസ്, ബേബി ടൈഗർ വ്യൂ കിട്ടി. ബേബി ടൈഗർ കുഴപ്പമില്ല കേട്ടോ. മറ്റേത് പേടിപ്പെടുത്തി. കണ്ടോ, അവരെയും കൊണ്ട് പിക്ചർ എടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ നല്ല രീതിയിൽ പോസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. എന്നിട്ട് അവരുടെ നല്ല അടിപൊളി DSLR ക്യാമറ അതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും പിക്ചേഴ്സ്. അപ്പോൾ സംഭവം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അവരെയും കൊണ്ട് പിക്ചേഴ്സ് എടുപ്പിക്കുക. നമ്മൾ എത്ര എടുത്താലും അത്രയും സെറ്റ് ആകത്തില്ല. കാരണം അവരതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ബിക്കോസ് ഇപ്പം തന്നെ കണ്ടില്ലേ ബേബി ടൈഗറെ കണ്ടില്ലേ, അവർ അങ്ങനെയാണ്. ഇത് പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ ഇവരുടെ കയ്യിലോട്ടാണ് വീഴുന്നത്. അങ്ങനെ അവർ വെൽ ട്രെയിൻഡാണ്. അല്ലാതെ ഇത് ഡ്രഗ്ഡ് ഒന്നും അല്ല കേസ്. ഇത് ചുമ്മാ ചില വീഡിയോസിലൊക്കെ ഓരോരുത്തർ പറഞ്ഞേക്കാം ഇത് ഭയങ്കര ഡ്രഗ്ഡ്, ചുമ്മാതാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി കേസ് നമ്മളിപ്പോൾ പ്രശസ്തമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഉള്ളത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് പേര് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇച്ചിരി കൂടെ നൈറ്റ് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചില ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും തന്നെ. പക്ഷേ എന്നാലും മോർണിംഗ് വ്യൂ ഡിഫറെൻ്റ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം ഡെക്കാണ്. ഈ ഡെക്കിൽ കൂടി തടിയുടെ ഡെക്കിൽ കൂടെ നടക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബോട്ട് റൈഡ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ബോട്ട് റൈഡ് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ തന്നെ ഈ ബോട്ടിൽ തന്നെ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ ബോട്ട് റൈഡ് എടുത്ത ആളുകൾ പോകുന്നു. ഞാനായാലും ബോട്ട് റൈഡ് എടുത്തിട്ടില്ല. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ബോട്ടിൽ കൂടെ ഇത് ഇറങ്ങി കാണാമെന്നുള്ളത്. നമ്മൾ നടന്ന് കാണാം. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ കഴിയും.
ഗൈസ് അങ്ങനെ ഞാൻ രാവിലെ ഇവിടെ പോയി പിന്നെ നമ്മൾ ഈ ടൈഗർ പാർക്കിലും ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ പട്ടായ നൈറ്റ് മാർക്കറ്റിൽ പോയി വാക്കിംഗ് സ്ട്രീറ്റിൽ. അവിടെ ആക്ച്വലി ഹാപ്പണിങ് ഒരു 7 o'clock കഴിഞ്ഞേ ആകത്തുള്ളൂ. ബട്ട് ഞാൻ ചുമ്മാ ഒരു വാക്കിന് പോയതാണ്. പക്ഷേ ഇപ്പോൾ രാവിലെ അതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ജോൺ ടീമിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ആദ്യം അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. എല്ലാം ഒരു 9 o'clock ആകുമ്പോഴേ ലൈവ് ആകത്തുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇവിടെ സീ ഫുഡ്സ് മറ്റേ നമ്മുടെ വഴുതാര അങ്ങനത്തെ ഐറ്റംസ് മറ്റേ ഇൻസെക്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു കമ്പനിയെ ഷെയറാണ്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇവിടെ അങ്ങ് ലൈവ് ആവും. പിന്നെ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അത്രയും ബിസി ആകാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ആളുണ്ട്. ഹലോ, ഇത് പോർക്കാണ് ഗൈസ്, പോർക്ക് ബെലി. മാംഗോയുടെ ഒക്കെ ഒരു ശരി ഭയങ്കര. ആക്ച്വലി ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒന്ന് ആദ്യം ട്രൈ ചെയ്യണം. ഇടുവാന്നാണ് പറയുന്നത്. ചിക്കൻ സ്ക്യൂവേഴ്സ് ആണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വെക്കുന്ന ഐറ്റംസാണ്. ചിക്കനും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് മുമ്പ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്കോർപ്പിയോണൊക്കെ കണ്ടായിരുന്നു. ഫ്രഷായിട്ട് നമ്മുടെ ഓറഞ്ചും പോമഗ്രാനൈറ്റും ഒക്കെ ജ്യൂസ് ഉണ്ടാക്കി. ഓക്കെ, അവിടുന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ തുടക്കം ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആയി തുടങ്ങി. ഇവിടെ ഏതാ പോമഗ്രാനൈറ്റ് സെറ്റ്. അപ്പോൾ അതേ നമ്മളങ്ങോട്ട് തുടങ്ങുവാണ് ഗൈസ്. സെറ്റ്. ഹലോ, കിട്ടുവാണ് ഗൈസ്. ഒരു ഷുഗറോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെ. പിന്നെ കണ്ടില്ലേ ആ ഫ്രൂട്ടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഫ്രൂട്ടിൻ്റെ പൾപ്പും ഉണ്ട് ഇതിനകത്ത്. ഇടുവോ. ഇത് കാടമുട്ടയാണെന്ന് തോന്നുന്നു കേസ്. അതിലെന്തോ മസാലയൊക്കെ അടിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരുമായിരുന്നു. ആ സീ ഫുഡ്സിൻ്റെ ഒക്കെ ഫ്രഷ്നെസ് നോക്കുക. അതാണ് നമുക്ക് എടുത്തറിയുന്നത്. കാരണം ഇത്രയും ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ കരിക്കൊരു രക്ഷയില്ല കേട്ടോ. അത് ഞാൻ അവിടെ മേടിച്ച് കുടിച്ചായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് കഴിക്കുന്നത് കാണിക്കാൻ ഒക്കത്തില്ല. കാരണം ചിലത് കണ്ടു കഴിഞ്ഞാൽ ആർത്തിയോടുകൂടി ഞാൻ കഴിക്കും. സെറ്റ് കണ്ട്. ഇതൊക്കെ പേസ്ട്രീസിൻ്റെ ഒക്കെ കടകൾ. ഇതൊക്കെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. അതിനകത്തൊരു ഷുഗറോ ഒന്നും ആഡ് ചെയ്യത്തില്ല. ഒരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ മുതലേ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ ചേച്ചി ഉണ്ടാക്കിയത്. താങ്ക് യു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് നമുക്ക് ബ്ലാക്ക് പെപ്പർ എടുക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ സെറ്റാക്കി തരും ഫ്രഷായിട്ട്. Can I hold it? അപ്പോൾ ഗൈസ് നമുക്ക് മുതലേ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഈ ഫുഡ് ആദ്യമേ ട്രൈ ചെയ്യാൻ പോകുന്നത് ക്രോക്കഡൈൽ. ഇതിന് 50 ബാത്താണ് ഗൈസ്. 50 ബാത്ത്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്കൊരു എന്താ പറയുക, ബീഫിൻ്റെ ഒക്കെ ഇതേ ഉള്ളൂ. പക്ഷേ ഇത് വൈറ്റ് മീറ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഒരുപാട് ഹെൽത്തി വേർഷൻ ഓഫ് ഫുഡാണെന്നാണ് പറയുന്നത്. കാര്യം ട്രൈ ചെയ്ത് നോക്കാം. ക്രോക്കഡൈലല്ലേ നമ്മുടെ ക്രോക്കഡൈൽ മീറ്റ് നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ക്രോക്കഡൈൽ മീറ്റ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകും. ഇത് നമ്മുടെ ബീഫൊക്കെ കഴിക്കുന്നതോടെ ഉള്ളൂ. പിന്നെ അവരുടെ ആ സോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു വിയർഡ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ മറ്റേ സ്കോർപ്പിയോനും പുഴുവൊക്കെ തിന്നാൽ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും.